ആമിർ ഖാന്റെ ഒരു പടത്തെ പറ്റി ഒരു വീഡിയോ ചെയ്യണം. 2 പടങ്ങളായിരുന്നു മനസ്സിലുണ്ടായിരുന്നത്. ഒന്ന് ഞാൻ പണ്ട് ടിവിയിൽ കണ്ട ഫന, മറ്റൊന്ന് തിയേറ്ററിൽ കണ്ട ധൂം 3. ഇതിൽ ഫന നിങ്ങളിൽ എത്ര പേർ കണ്ടിട്ടുണ്ടാവുമെന്ന് ഉറപ്പില്ലാത്തതുകൊണ്ട് ധൂം 3യെ പറ്റി പറയാം. സോ ധൂം സീരീസിലെ ഫസ്റ്റ് പാർട്ട് ഞാൻ ടിവിയിൽ കണ്ടിട്ടുണ്ട്, സെക്കൻഡ് പാർട്ടും ടിവിയിൽ കണ്ടതാണ്. ശേഷം കോളേജിൽ പഠിക്കുമ്പോഴാണ് തേർഡ് പാർട്ട് ഇറങ്ങുന്നത്. സോ നമുക്ക് ഒരുപാട് ആവേശം തന്നൊരു ഫ്രാഞ്ചൈസിന്റെ 3ാം ഭാഗമാണ്. അതുകൊണ്ട് പടം ഇറങ്ങിയപ്പോൾ തന്നെ നേരെ തിയേറ്ററിലേക്ക് വിട്ടു. സത്യം പറയാലോ, അന്ന് എനിക്ക് ഈ സിനിമ നന്നായി ഇഷ്ടപ്പെട്ടിരുന്നു. ടൗണിന്റെ ഒരു ഭാഗത്ത് നിന്ന് ഒരാൾ വെള്ളത്തിലേക്ക് താഴ്ന്നു പോവുകയും മറ്റൊരു ഭാഗത്തു നിന്നും പൊങ്ങി വരുന്നതും, 2 ബൈക്കുകളും പരസ്പരം സെൽഫ് കണക്റ്റഡ് ആയി ഒരുമിച്ച് ജമ്പ് ചെയ്യുന്നതും, അഭിഷേക് ബച്ചൻ ആ ട്രാക്കിലേക്ക് തള്ളിയിട്ടുകൊണ്ടുള്ള ട്രാൻസ്ഫോർമേഷൻ സീൻസും ഇതൊക്കെ എന്ന ആവേശത്തോടെയാണ് കണ്ടിരുന്നത്. ഇതൊക്കെ എനിക്ക് മാത്രമല്ല തോന്നിയത്, എല്ലാവർക്കും ഇങ്ങനെ തന്നെയാണ് തോന്നിയത്. അതുകൊണ്ട് തന്നെയാണ് പടം 500 കോടിക്ക് മേലെ കളക്ട് ചെയ്ത് അതുവരെയുള്ള എക്കാലത്തെയും വലിയ വിജയമായി മാറിയതും. എന്നാൽ കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞ് 2016 അവസാനം നമ്മുടെ ജിയോയുടെ 4G വിപ്ലവം വന്നതിന് ശേഷം, നമ്മുടെ ഓൺലൈൻ റിവ്യൂസും ട്രോളും മീം പേജസും ഒക്കെ സ്ട്രോങ് ആയതിനു ശേഷം ഈ പടത്തെ ആളുകൾ ഇന്റർനെറ്റിൽ തലങ്ങും വിലങ്ങും ബാഷ് ചെയ്യാൻ തുടങ്ങി. ധൂം ഫ്രാഞ്ചൈസിലെ ഏറ്റവും മോശം മൂവി ഇതാണെന്നായിരുന്നു കമന്റുകൾ. അങ്ങനെ ഇതൊക്കെ കണ്ട് ഒരു ദിവസം ഞാനും ആ പടം രണ്ടാമതൊന്ന് കണ്ടു നോക്കി. ആൾക്കാർ പറയുന്നതിൽ കാര്യമുണ്ട്. ചില ലോജിക്കൽ മിസ്റ്റേക്സ് പോട്ടേന്ന് വെക്കാം. അതായത് ഈ ബൈക്കും കൊണ്ട് മറ്റേയാൾ എത്ര നേരം വെള്ളത്തിൽ മുങ്ങിക്കിടക്കും പോലുള്ള സംഗതികൾ, അതൊക്കെ മാറ്റിവെച്ചാലും ഇതിൽ വേറെയും പ്രശ്നങ്ങളുണ്ട്. ഇയാളൊരു ബാങ്ക് കൊള്ളയടിക്കാൻ ബാങ്കിന്റെ അകത്തേക്ക് കയറുന്നതും പിന്നെ പൈസയൊക്കെ പറത്തിക്കൊണ്ട് പുറത്തേക്ക് ജമ്പ് ചെയ്യുന്നതും മാത്രമേ കാണിക്കുന്നുള്ളൂ. ഇതെങ്ങനെ ഇവരെടുത്തു, അതിന്റെ ടെക്നിക്ക് എന്താണ്? എന്നാൽ ഇതിന്റെ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് പാർട്ടിൽ അതൊക്കെ നല്ല വൃത്തിക്ക് കാണിക്കുന്നുമുണ്ട്. സോ അൾട്ടിമേറ്റ്ലി ആ കാലഘട്ടത്തിൽ ഇറങ്ങിയതുകൊണ്ട് മാത്രം ഒരു ഗ്രേറ്റ് എസ്കേപ്പ് നടത്തിയ ഒരു ആമിർ ഖാൻ സിനിമ അതായിരുന്നു ധൂം 3.